Happy birthday to you. Happy birthday to you. Happy birthday, dear Jan Jan. Happy birthday to you. Ta-ta. Ta-ta. അപ്പനൊരു ഉമ്മ കൊടുക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ്. എൻ്റെ പ്രിയതമൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജയശാൻ്റെ ബർത്ത്ഡേ ജയശാണ് പേഴ്സണലി അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞാൻ എന്നാ ജീവിതത്തിൽ കൂടി വന്ന് കയറിയോ അന്ന് മുതൽ എല്ലാ വർഷവും കൃത്യമായിട്ടും ഞാൻ ആഘോഷിക്കുന്നത്. എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജയശേട്ടൻ എനിക്ക് കേക്ക് കട്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം. സർപ്രൈസ് ആണെങ്കിലും അല്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ. ജയശേട്ടൻ നേരെ തിരിച്ചു എൻ്റെ അടുത്ത് എപ്പോഴും റെഡി, എനിക്ക് വേണ്ട, കേക്ക് മുറിക്കരുത്, അങ്ങനെ പറയുന്ന ആളാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഈ പ്രാവശ്യം ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജയശേട്ടൻ പ്രതീക്ഷിക്കില്ല. ബിക്കോസ് ഏപ്രിൽ 4-ാം തീയതിയാണ് ജയശേട്ടൻ്റെ ബർത്ത്ഡേ, ഇന്ന് 3-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് കേക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ജയശേട്ടൻ ഇവിടെ ഇല്ല. ഇപ്പം ഞാൻ പൂജപ്പുര എൻ്റെ വീട്ടിൽ നിൽക്കുവാണ്. ഞങ്ങളുടെ അവിടുത്തെ മങ്കാട്ടയുടെ വീട്ടിലോട്ട് പോയിട്ടില്ല, പൂജപ്പുര വീട്ടിലാണ്. ജയശേട്ടനും കണ്ണനും ഒരു പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഞാനും ജയശേട്ടനും കൂടെ ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ മിനി കേക്കാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ ബാഗിൽ തന്നെ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാം. ഇത് അവിടെ ചെന്നിട്ട് സർപ്രൈസായിട്ട് എടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നത്. ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. ഇവിടെ ഒരാൾ കീബോർഡ് തല്ലി പൊട്ടിക്കുന്നുണ്ട്. ഞാൻ വായിക്കുന്നതെന്ന് പറയത്തില്ല, അവൾ ഭയങ്കര ഇഷ്ടമാണ് കീബോർഡ് വായിക്കാനൊക്കെ. അച്ചാച്ചൻ എപ്പോഴും ഇവിടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് അവളെ വായിപ്പിക്കും, അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാളും ഞാൻ എല്ലാ പ്രാവശ്യവും മിക്കവാറും ഒരു ഷർട്ട് എടുത്ത് കൊടുക്കും, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും, ഇല്ലെങ്കിൽ കേക്കിലങ്ങ് ഒതുക്കും. ഇതൊക്കെയാണ് പരിപാടി. പിന്നെ ഇത് എപ്പോഴും ഫസ്റ്റ് ടൈമിൽ, അത് ഞങ്ങളുടെ പ്രേമം തുടങ്ങിയ സമയത്ത് എൻ്റെ ആത്മാർത്ഥത കൂടുതൽ കാരണം ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള, അതായത് ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രാഫ്റ്റ് മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ കാർഡ്സ്, പിന്നെ ഫ്ലവർ, എന്താണ് പറയണ്ടേ, ബൊക്കെ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പേപ്പർ കൊണ്ട്, ഓക്കെ, ചാർട്ട് പേപ്പർ അല്ല, കളർ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും ജയശേട്ടന് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊരു സന്തോഷം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ പ്രാവശ്യം ഞാൻ കൊടുക്കാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ജയശേട്ടൻ സർപ്രൈസ് ആകുമെന്ന് എനിക്ക് ഉറപ്പുള്ളൊരു ഗിഫ്റ്റാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം സഡൻ പ്ലാനിങ് ആയിരുന്നു. എനിക്ക് ജയശേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇത് കൊടുക്കണം എന്ന് എന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഈ കഴിഞ്ഞ 2 ദിവസം മുന്നെയാണ് ഞാനിത് ജയശേട്ടൻ്റെ ബ്രദറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എന്നിട്ട് ചേട്ടനോട് ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ എനിക്കിതുപോലെ ഒന്ന് ചെയ്ത്, ചേട്ടൻ ഡിസൈനറാണ്, ശരിക്കും ലോഗോ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ പറഞ്ഞു ട്രൈ ചെയ്യാം. ആക്ച്വലി ഞാൻ 1 മാസം മുന്നേ വേറെ കുറേ ആൾക്കാരോട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇത് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചിട്ട് അവർ തിരക്കാണെന്ന് പറഞ്ഞിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് രാജേഷ് ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ചേട്ടൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര പെർഫെക്റ്റ് എന്നൊന്നും പറയുന്നില്ല, കാരണം ചേട്ടൻ അത് അത്രയും ഒന്നാമത് ടഫാണ്, ഭയങ്കര നല്ല സമയമെടുത്ത് ചേട്ടൻ്റെ സാധനം വെറും 1 ദിവസം കൊണ്ടാണ് ചേട്ടൻ ചെയ്തു തന്നത്. പക്ഷെ അത് ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ ജയശേട്ടനിത് ഇഷ്ടമാകുന്നില്ല, ചേട്ടനിത് ജീവനായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അത്രയും ഞാൻ വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണിത് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു ഗിഫ്റ്റാണ്. പക്ഷേ ഇന്ന് എനിക്കത് കിട്ടത്തില്ല, അതാണ് മറ്റൊരു സംഗതി. ഇന്ന് തന്നെ കേക്ക് മുറിക്കുമ്പോൾ തന്നെ കൊടുക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ നാളെ അത് സംഭവം കയ്യിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ സാരമില്ല, നാളെ നമ്മളിങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നാളെ വാങ്ങിക്കാം. എൻ്റെ പൊന്നു, ഇതൊക്കെ കണ്ടു എടുത്ത് വെച്ചേക്കുന്നത് എന്തൊക്കെയാണ്, ചുറ്റിക്കല്ല് മാറിക്കാം അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ജയശേട്ടൻ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാം. അതിനുശേഷം നാളെ മാത്രമേ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതും ഡെഫിനറ്റ്ലി ഞാൻ വീഡിയോ എടുക്കും. അപ്പം എന്തായാലും എൻ്റെ ജയശേട്ടനും എൻ്റെ ജാനിയുടെ അപ്പന് ഹാപ്പി ബർത്ത്ഡേ പറ. ഹാപ്പി ബർത്ത്ഡേ അപ്പ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം.
ഹലോ ഗൈസ്, ഞാൻ വീട്ടിലെത്തി. അവിടെ നിന്ന് കേക്ക് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഒരു പാത്രം ഉണ്ടായിരുന്നു. പാത്രത്തിൻ്റെ അകത്ത് ഈ കാസറോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കേക്ക് വെച്ചിട്ട്, മിനി കേക്കല്ലേ, അങ്ങനെ വെച്ചിട്ട് ആണ് വന്നത്. അപ്പോൾ കവറിൻ്റെ അടുത്ത് നമുക്ക് ഡൗട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് വെള്ളം തിളപ്പിക്കണം. അങ്ങനെ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്ശേട്ടൻ ഉറക്കം വന്നിരിക്കുകയാണ്. ജാനി ഉറങ്ങാൻ പോവുകയാണ്. അവർക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ കട്ട് ചെയ്യണം. കാരണം ജാനി വന്നിട്ട് ഉള്ള ജയ്ശേട്ടൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളും ഇല്ലാണ്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം കേക്ക് കൊണ്ട് പോകാമെന്ന്. പോകാം. അപ്പം നമുക്ക് ജയ്ശേട്ടൻ്റെ അടുത്ത് അവിടെ പാട്ട് പഠിച്ചോണ്ടിരിക്കുക. ജാനി അവിടെ ബഹളം വെച്ചോണ്ടിരിക്കുക. അമ്മേക്കെന്താ മറന്നു? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹൗ ഇസ് ദിസ്? എങ്ങനെയുണ്ട്? ഹാപ്പി ബർത്ത്ഡേ ജയ്ശേട്ടാ. താങ്ക് യു. ഹാപ്പി നിന്റെ ബർത്ത്ഡേ അല്ല. ഓക്കെ, ഞാൻ കട്ട് ചെയ്യാം. ജാനി വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. യെസ് എക്സ്പെക്ട് ചെയ്തോ? ഇല്ല, എങ്ങനെ ചെയ്ത്? അതൊക്കെ ഞാൻ സെറ്റാക്കി. പ്രാക്ടീസിന് പോയ സമയത്ത് ഞാൻ വരുത്തിച്ചു ഇതൊക്കെ. അപ്പോ ജയ്ശേട്ടാ, ജാനി വന്നിട്ട് ഫസ്റ്റ് ബർത്ത്ഡേ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ കേക്ക് വാങ്ങിക്കുമെന്ന് ചിലപ്പോൾ പ്രതീക്ഷിച്ചാണ്. ഞാൻ എല്ലാ വർഷവും വാങ്ങിക്കും. പക്ഷെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഞാൻ ഓർക്കും എന്നറിയാലോ. ഞാൻ ഓർക്കും. ജാനി കുസൃതി കാണിക്കാം. ജാനി ജയ്ശേട്ടൻ പിടിക്കും. നിനക്ക് കഴിച്ചോടെ? ജയ്ശേട്ടൻ ഉറക്കം തൂങ്ങിയിരിക്കുവാന്ന്. ചാണ് ഇന്ന് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് വീണ്ടും പാട്ടൊക്കെ കേട്ടോണ്ടിരുന്ന സമയത്താണ് ഞാനിത് ഒപ്പിച്ചത്. ഓക്കെ, ഇത് മൊത്തം തിന്നാൻ പോകുന്നത് ആരാണ്? ഞാൻ. ഓക്കെ, നമുക്ക് പാട്ട് പാടാം. ഞാൻ പാടിക്കോളാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജാനി ക്ലാപ്പ്, ക്ലാപ്പ്, ജാനി ക്ലാപ്പ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജയ്ശേട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്പതല്ല, സോറി, പെൻഷൻ കിട്ടിയ. അപ്പോ ശരി. അപ്പോ കേക്ക് ബാക്കി തിന്നറിടെ. കേക്കിനെ പറ്റി പറ, എങ്ങനെയുണ്ട്? ആനീസ് കേക്ക്സ് എന്നാണ് അറിയാലോ. ഞാൻ ഈ ഇടെ എനിക്ക് വന്നിട്ടുള്ള എല്ലാ ഫംഗ്ഷനും എല്ലാം ഞാൻ എൻ്റെ പൊന്നു മോളെ പ്രിഫർ ചെയ്യുന്നതും ഞാൻ വാങ്ങിക്കുന്നതും ആനീസ് കേക്ക്സ് ആണ്, ആനി ചേച്ചിയുടെ. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യം സൂപ്പർ കേക്കാണ്. മിനി കേക്കാണ് ഞാൻ ചെയ്തത്. ഞാൻ കൊടുത്ത അതേ ബ്ലൂ കളർ, അതേ ബ്ലൂ കളറാണ് ചേച്ചി എടുത്തിട്ടുള്ളത്. കളറൊക്കെ ജയ്ശേട്ടൻ്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ ഞാൻ അതുകൊണ്ടല്ല എടുത്തത്. എന്തോ റെഫറൻസിൽ ഒരു യെല്ലോ കളറാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്ലൂ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന്. അങ്ങനെ അല്ല, ക്യൂട്ട് കേക്ക് അല്ലേ? കാരണം ഒന്നാമത്തെ കാര്യം, കേക്ക് ഇവിടെ ½ kg 1 kg ഒക്കെ വാങ്ങിച്ചാൽ അല്ലെങ്കിൽ എല്ലാവരും കൂടെ വേണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കേണ്ടി വരും. അപ്പം അല്ലാതെ ജയ്ശേട്ടൻ അങ്ങനെ ഒരുപാട് കേക്ക് കഴിക്കുന്ന ആളല്ല. പിന്നെ മൂഡ് പോലെ ഇരിക്കണ്ട. ഇത് നല്ല മൂടാന്ന് തോന്നുന്നു. ഇത് മൊത്തം കഴിച്ച് തീർക്കുമോ? എനിക്ക് വെച്ചില്ലെങ്കില. ജാനു എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പന് ഹാപ്പി ബർത്ത്ഡേ പറ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഈ ഒരു നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തെങ്കിലും ഈ ഒരു ഇതിൽ എന്തെങ്കിലും ഐ മീൻ ഈ ന്യൂ ഇയറിന് റെസൊല്യൂഷൻ എടുക്കുമല്ലോ, ഞാൻ ഈ വർഷം ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇന്നതുപോലെ നന്നാവും എന്നൊക്കെ പറയുന്ന പോലെ എന്തെങ്കിലും. ഞാൻ നന്നാകത്തൊന്നും, ഞാൻ നല്ലവനല്ലേ.
നീ എന്ത് കണ്ണാണ്? പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് മാംഗോ ഇട്ടിട്ടുണ്ടോ തോന്നുന്നല്ലേ? മാംഗോ ഇട്ടിട്ടുണ്ടോന്ന് തോന്നുന്നു. ആക്ച്വലി ഇത് എന്ത് ഫ്ലേവറാണെന്ന് എനിക്കറിയില്ല. ഞാൻ വാനില എന്ന് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ വാനില അല്ല, ഇതിനകത്ത് വാനില ആണ്. പക്ഷേ എന്തോ ഒരു എക്സ്ട്രാ ഫ്ലേവറും കൂടെ ഉണ്ട്. മാങ്ങയാണ്, മാംഗോയുടെ ടേസ്റ്റാണ് വരുന്നത്. ഹായ്, നമസ്കാരം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് സർപ്രൈസ് ആയിട്ട്, ഞാനിത് ഓർത്തില്ല, സർപ്രൈസ് ആയിട്ട് ഒരുത്തി എനിക്ക് എൻ്റെ വൈഫ് എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്നു. ഇവിടുന്നൊക്കെ ഒപ്പിച്ച് കേക്കൊക്കെ കൊണ്ടുവന്ന് സന്തോഷം. അപ്പോൾ ഈ രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഉറങ്ങേണ്ട സമയത്ത്. അപ്പോഴാണ് എന്നെ വിളിച്ചുണർത്തി സർപ്രൈസ് തന്നത്. പക്ഷെ എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജാനിമോള് വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ജാനി, ഇത് എൻ്റെ ജാനിക്കുട്ടി, ഇത് എൻ്റെ ആട്ടുകുട്ടി. അവളിവിടെ ഓക്കെ, ബൈ ബൈ. ബൈ ബൈ. ഗുഡ് മോർണിംഗ്. ഇന്ന് ജയേഷേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു. ഗിഫ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. രാജേഷേട്ടനെ കൊണ്ടുവരും. ജയശേട്ടൻ ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. കാരണം ഇന്നലെ കേക്ക് മുറിച്ചില്ല. അതിൻ്റെ അപ്പുറം ജയശേട്ടൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഒരു ടെൻഷനും ഉണ്ട്. ടെൻഷനല്ല, എങ്ങനെ റിയാക്ട് ചെയ്യും. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ കാണുമ്പോൾ ആൾക്കാരൊക്കെ ഭയങ്കര ഇമോഷണൽ ആവാറുണ്ട് ചില ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും. ജയേഷേട്ടൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു, അത് ഞാൻ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ രാജേഷേട്ടൻ അത് ഇന്ന് കൊണ്ടുവരും. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എപ്പോൾ വരുമെന്നൊരു പിടിയില്ല. വരുമ്പോൾ കാണാം, നമുക്ക് എന്താണ് ഗിഫ്റ്റ് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് തീരുമാനിച്ച് വീട്ടിലോട്ട് പോവാണ്. എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ലഞ്ച് അവിടെയാണ്. എന്ത് വേണം ചേച്ചിയുടെ സ്പെഷ്യൽ? ഫിഷ് ബിരിയാണി മതിയോ? ബിരിയാണി ഒന്നും വേണം, ഇല്ല. പക്ഷെ എനിക്ക് ഫിഷ് ബിരിയാണി ഇഷ്ടം, അതുകൊണ്ട് ഫിഷ് ബിരിയാണി വാങ്ങിക്കാന്ന് വിചാരിച്ചു. പഴങ്കഞ്ഞി ഇസ് എ ഗുഡ് തിങ്. പക്ഷെ വീട്ടിൽ നിന്ന് കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ളൂ. പുറത്ത് പോയി പഴങ്കഞ്ഞി കുടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ചേട്ടനോ? എനിക്ക്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വീടെത്താറായിരിക്കാണ്. ഹായ് പറയൂ. എൻ്റെ ഫോണിൻ്റെ കവറാണ്, എൻ്റെ ഫോൺ കൊടുക്കത്തില്ല, അതുകൊണ്ട് കവർ ഊരി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നു. ഞാൻ ഈ ഹായ് പറ, ടാറ്റ പറ. ആ ഓക്കെ, അവൾക്ക് ഹായ് അറിഞ്ഞോട് ടാറ്റ അറിയുള്ളൂ. ശരി, ബാക്കി വിശേഷം വഴിയെ കാണാം. ചേച്ചേട്ടൻ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പൈസ ഇല്ല. എന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്, എന്റെ ബാലൻസ് എല്ലാം ചേച്ചേട്ടൻ അറിയാം. ബട്ട് അതുകൊണ്ട് കാര്യമില്ല. ചിലപ്പോ എന്തെങ്കിലും ഞാൻ തന്നാലോ, വാങ്ങിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. വീടെത്താറായി. വീടെത്തി എത്തി 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 ഞങ്ങൾ വീട് എത്തി. അത് കൊള്ളൂലായിരുന്നു. ആ ശരി, ജയശേട്ടൻ അച്ചാച്ചനെ വിളിക്കാനായിട്ട് പോകുകയാണ്. ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നു. വല്യച്ചാച്ചനുണ്ട് ഇവിടെ. അവൾ എൻ്റെ ഫോണിൻ്റെ കവർ തറയിട്ടു. ബൈ ബൈ. ഒരു ഡാൻസ് പ്ലീസ്. ഞങ്ങളിങ്ങ് വന്ന് ജാനി ടാറ്റ പറ. അത് മാത്രം അറിയാം. ഈവനിങ് ആയപ്പോഴേക്കും രാജേഷേട്ടൻ ചേച്ചിയും കൂടി ഗിഫ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് അവർ പുറത്ത് നിന്നിട്ട് പെട്ടെന്ന് പോയി. ഒരുപാട് നേരം നിന്നില്ല. അതേ സമയത്ത് പെട്ടെന്ന് ജയശേട്ടൻ വന്നു കേട്ടോ. പക്ഷേ പിടിക്കപ്പെട്ടില്ല. ജയശേട്ടൻ ഒരു ഇൻസ്ട്രുമെന്റ് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വന്നിട്ട് പിന്നെ ഉടനെ അങ്ങ് പോയി. സത്യം പറയട്ടെ, ആരാണ് ഇതിനെ ഫ്ലൈയിങ് കിസ് പഠിപ്പിച്ചത്? ഞാനല്ല. വെല്ലിച്ചന് ഉമ്മ കൊടുക്ക് ജാനി, ഉമ്മ കൊടുക്ക്.
അവിടെ ഉമ്മ കൊടുക്ക്. ഇനി വെല്ലമ കൊടുക്ക്. ആര് പറഞ്ഞു? അമ്മയാണോ നിനക്ക് പറഞ്ഞു? ഞാൻ ഇത്രക്കാരി അല്ല. ഇങ്ങനെ പ്ലെയിൻ കിസ് ചെയ്ത് അമ്മാന്ന് പറ ജാനി. അത് പറയൂടെ? അമ്മാന്ന് പറ. അമ്മാന്ന് പറ. അയ്യോ പറയണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എന്തുവേണേലും പറയുന്ന അടി മൊത്തം ജാനി ഹാൻഡ്സ് അപ്പ്. ഹാൻഡ്സ് അപ്പ് ജാനി. ഇല്ല, മൂടില്ല. ഹലോ, ഞങ്ങളാണേൽ ഇന്നലെ ഭയങ്കര കാര്യത്തിൽ പ്ലാനൊക്കെ ചെയ്ത്. അതായത് ജയശേട്ടൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ജയശേട്ടൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ 2 മണി എന്തോ ആയത്, 1 മണി 2 മണി എന്തോ ആയെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ കാർ അച്ചാച്ചൻ കൊണ്ടുപോയിരിക്കുകയായിരുന്നു. പിന്നെ അച്ചാച്ചൻ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ വെളുപ്പിന് 3 മണിയായി. പിന്നെ അവിടെ നിന്ന് എണീറ്റ് ഉറക്കപ്പിച്ചയിലാണ് വീട്ടിൽ വന്നത്. പിന്നെ അപ്പോൾ കൊടുത്താൽ ശരിയാവത്തില്ല. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ജയശേട്ടനെ ഞാൻ കടയിലോട്ട് പറഞ്ഞു വിട്ട്, സാധനം വാങ്ങിക്കാൻ വേണ്ടി കട പറഞ്ഞു വിട്ട്. ഈ സമയത്ത് നമുക്ക് ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചോളൂ. നീ എന്തിനാ ചിരിക്കുന്നത്? ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കാതെ എനിക്കറിയത്തില്ല എന്താ രേഖയുണ്ട്. ഗിഫ്റ്റ് എടുത്തോട്ട് വരാം. അപ്പോൾ ഞാൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കുകയാണ്. ജയശേട്ടൻ വന്നോടെ ഞാൻ കൊടുക്കാം. എനിക്ക് ടെൻഷനാവുന്നു. എന്താണോ എന്തോ ഇത്രയും നാൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ വരും. എന്തോ എനിക്ക് അറിഞ്ഞൂടെ, ഭയങ്കര ടെൻഷൻ. ജയശേട്ടൻ എങ്ങനെ ഇത് എടുക്കുന്നു നോക്കാം. റിയാക്ഷൻ കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ജാനി, നീ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ക്ലാപ്പ് ചെയ്. ഓക്കെ. ഞാൻ ഉറങ്ങി എണീറ്റിട്ട് ഡ്രസ്സ് മാത്രം ഒന്ന് മാറ്റി, ഒന്നും ചെയ്തില്ല. ആ ഉറക്കപ്പിച്ചിരിക്കുക. ലിപ്സ്റ്റിക്ക് ചെറുതായിട്ട് ഹാപ്പി ബർത്ത്ഡേ. വാങ്ങിച്ച സാധനങ്ങള് വാ. ഒരു ഗിഫ്റ്റ് ഉണ്ട് ജയശേട്ടന്. ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ഗിഫ്റ്റ് തന്നില്ലല്ലോ, കേക്ക് മുറിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ജയശേട്ടന് ഞാൻ സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ്. പ്രതീക്ഷിച്ചോ? സത്യമായിട്ട് പ്രതീക്ഷിച്ചോ? ചുമ്മാ. എന്ത് ഇത് എന്താണെന്നാ പറ. ഫോട്ടോസ്. അതെ, ഓ ശരി. എന്ത് ഫോട്ടോസ്? ജാനിയുടെ, എന്റെ, നിന്റെ. അടങ്ങിയിരിക്കും ജാനി, പോയി തള്ളിയിടല്ലേ, ഇവിടെ ഇരിക്കും. അപ്പൻ അതെടുക്കട്ടെ. ഓക്കെ. ജയശേട്ടൻ ഫോട്ടോസ് എന്ന് പറഞ്ഞു. നോക്കാം നമുക്ക്. അങ്ങനെ എടുക്കരുത്, ഞാൻ പറയുന്നത് പോലെ എടുക്കണേ. അങ്ങനെ തന്നെ എടുക്ക്. കമന്റ് ചെയ്തിട്ട്. ഓ ശരി. ഇഷ്ടപ്പെട്ടോ? ധാര ചെയ്തെന്നോ ചോദിക്കൂ. കാണിച്ചു കൊടുക്ക്. ഗിഫ്റ്റ് കാണിച്ചു കൊടുക്ക്. ആരാ ജാനത്? ഒരു ഉമ്മ കൊടുക്ക. ഉമ്മ അടിപൊളിയല്ലേ? ഇത് പിന്നിൽ കുറെ കഥയുണ്ട്. ഇത് ഞാൻ ചെയ്യാൻ പെട്ട പാട്. ഇത് ഞാൻ 1 മാസം മുന്നേ ഞാൻ ഓൺലൈനിലൊക്കെ ഈ ചേട്ടന്മാർ വരച്ചു കൊടുക്കുമല്ലോ. അത് ഞാൻ 2-3 ചേട്ടന്മാരെ കണ്ടു. ആക്ച്വലി ഒരു ചേട്ടനടുത്ത് പറഞ്ഞു, പുള്ളിക്കാരന് ഏപ്രിൽ മൊത്തവും ഫുള്ളായി, ഇനി ആ ചേട്ടനൊന്നും ഇനി പുതിയ വർക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ വേറൊരു ചേട്ടൻ്റെ നമ്പർ തന്നു. ആ പുള്ളിക്കാരനോട് സംസാരിച്ചപ്പോൾ ചേട്ടനും ഇത്തിരി തിരക്കാണ്, ഏപ്രിൽ പകുതിയോടുകൂടി തരാമെന്ന് പറഞ്ഞു.
പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ ശരി കുഴപ്പമില്ല, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അത് പറയാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ രാജേഷ് ചേട്ടനോട്, ജയേഷ് ചേട്ടൻ്റെ ബ്രദർ രാജേഷ് ചേട്ടനോട് ഇങ്ങനെ സംസാരിച്ച, ചേട്ടാ ഇതുപോലെ എനിക്കൊന്ന് എഡിറ്റ് ചെയ്ത് തരുമോ, അമ്മയുടെ മടിയിൽ, ജയേഷ് ചേട്ടൻ്റെ അമ്മയുടെ മടിയിൽ ഞാൻ ഇരിക്കുന്നൊരു ഫോട്ടോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജേഷ് ചേട്ടൻ ആക്ച്വലി ലോഗോ ഡിസൈനറും അതൊക്കെയാണ്. ചേട്ടൻ ഇതൊന്നും അങ്ങനെ ഇങ്ങനത്തെ വർക്ക് ചെയ്തിട്ടില്ല. ചേട്ടൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജാനിയ അമ്മ ജയേഷ് ചേട്ടനെ മടിയിലിരുത്തിയേക്കുന്ന പോലെ ഏകദേശം അതുപോലെ ഞാൻ ജാനിയെ മടിയിരുത്തിയ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. എന്നിട്ട് ചേട്ടൻ ശരിക്കും ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് അത് എഡിറ്റ് ചെയ്ത് കഴിയുന്നത്. അപ്പോൾ ഈവനിങ് ആയപ്പോൾ അത് പ്രിൻറ്റ് ചെയ്യാൻ അന്ന് തന്നെ കിട്ടത്തില്ല, പിറ്റേ ദിവസമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അതായത് ജയേഷേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നേ കിട്ടത്തുള്ളൂ. അങ്ങനെ ചേട്ടൻ എന്ത് ചെയ്തു, ചേട്ടനും ചേച്ചിയും കൂടി രാവിലെ ഓഫീസിലെല്ലാം പോയിട്ട് അത് പ്രിൻ്റ് എടുത്തുകൊണ്ട്, എനിക്ക് ഈ ആക്രിലിക് പ്രിൻറ്റിങ് ആണ് താല്പര്യം. ഇതാകുമ്പോൾ നമ്മൾക്ക് ഈ വോളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എടുത്ത് തന്നിട്ട്, അല്ല പ്രിൻ്റ് എടുത്തുകൊണ്ട് ചേട്ടൻ വന്നു. അതൊരു ട്വിസ്റ്റായിരുന്നു. രാജേഷ് ചേട്ടൻ ചേച്ചി ഇത് കൊണ്ടുതരാനാണ് വന്നത്. കറക്റ്റ് ഒരു ബന്ധമില്ലാതെ പ്രോഗ്രാമിന് പോയാൽ ജയേഷ് ചേട്ടൻ വീട്ടിലോട്ട് വരുന്നു. കറക്റ്റ് ആ സമയത്ത് രാജേഷേട്ടൻ ഇത് കയ്യിൽ തന്നതും ജയേഷ് ചേട്ടൻ വരുന്നു. ഞാൻ പെട്ടെന്ന് ഇത് കൊണ്ടുപോയി ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തോട്ടങ്ങ് വെച്ച്. അപ്പോൾ അത് അവിടുത്തെ പൂജപ്പുര വീട്ടിലായിരുന്നു. ജയേഷേട്ടൻ പക്ഷെ അത് ശ്രദ്ധിച്ചില്ല. രാജേഷേട്ടനൊക്കെ വെറുതെ കൊച്ചിനെ കാണാൻ വന്നെന്നുള്ള രീതിയിൽ വന്നിട്ട് ജയേഷേട്ടൻ അങ്ങ് പ്രോഗ്രാമിന് പോയി. പിന്നെ ഞാൻ ഇത് എങ്ങനെ കൊടുക്കും, അന്ന് രാത്രി കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഉടനെ ജയേഷേട്ടൻ അച്ചാച്ചൻ വന്നത് വെളുപ്പിനെയാണ്. പിന്നെ വീട്ടിൽ വന്നത് ഞങ്ങളൊരു 4 മണി 5 മണിക്കാണ്. പിന്നെ ഉറക്ക പിച്ചയിലുള്ള ആൾക്ക് ഇത് എങ്ങനെ കൊടുക്കുന്നത്? അങ്ങനെ ഞാൻ ഒരു ബന്ധമില്ലാതെ രാവിലെ ചേട്ടാ പോയി മുട്ട വെച്ചിട്ട് പറഞ്ഞു കേട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്ത. പക്ഷെ രാജേഷേട്ടൻ സൂപ്പറായിട്ട് ചെയ്തല്ലേ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്ര അടിപൊളിയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ പ്രശ്നങ്ങളൊന്നും അല്ല, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ചേട്ടനും ചേച്ചിക്കുമാണ് താങ്ക്സ്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു കേട്ടോ. വീട്ടിൽ കൊണ്ട് തന്ന് ജയേഷേട്ടന് ഭയങ്കര ഇഷ്ടപ്പെടും, എനിക്കത് മതി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഇപ്പോൾ ഒട്ടിച്ച് വയ്ക്കാം നമുക്ക്, പക്ഷേ ഇതില്ല, ടേപ്പ് കൊണ്ടുവന്നില്ല. അപ്പോൾ ഇതാണ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഫോട്ടോയിൽ ജയേഷേട്ടനാണ് മടിയിലിരിക്കുന്നത്. ആ ഫോട്ടോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിൽ നിന്ന് ജയേഷേട്ടനെ കട്ട് ചെയ്തിട്ട് ജാനിയെ വെച്ച് കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ദ ഗിഫ്റ്റ് ആൻഡ് ഐ ലവ് ദിസ് ലോട്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചതേ ഇങ്ങനെയല്ല. ഞാൻ ഇത്ര പെർഫെക്ഷൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. ജാനിയുടെ സൈസ് ഇത്തിരി വലുതാണ്. അത് അവളുടെ സൈസല്ല, അവളുടെ കാല് ആ ഒരു പൊസിഷൻ ഡിഫറെൻ്റ് ആണ്. അതായത് ജയേഷേട്ടൻ ഇരുന്ന പോലെ അല്ല അവൾ ഇതിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടിയാണ് ചേട്ടനിത് ചെയ്തത്. അപ്പോൾ ഇതാണ് ഫോട്ടോ. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ തന്നെ ഞാനേ ഇമോഷണലായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ പിന്നെ ജയേഷേട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ. എൻ്റെ ലൈഫിൽ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സൂപ്പർ ഗിഫ്റ്റ് ഇതാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് എനിക്ക് ഇനിയൊന്നും കൊടുക്കാനില്ല. എങ്ങനെയുണ്ട്? ഷർട്ട് ഇഷ്ടപ്പെട്ടോ? ഷർട്ട് ഇഷ്ടപ്പെട്ടോ? അടിപൊളി. ഞങ്ങൾ പുറത്ത് നിൽക്കുക കേട്ടോ, അത് ഇരുട്ട്. അമ്മ അച്ചാച്ചൻ എടുത്തു കൊടുത്ത ഷർട്ട്. ഇനി രാജേട്ടനും ചേച്ചി ഒരു ഷർട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഇട്ടു. അവിടെ നിൽക്കില്ല, അവിടെ നിൽക്കി വെട്ടമില്ല. ജയശേട്ടന് പ്രോഗ്രാമിന് പോകാൻ പോകുകയാണ്. ഞങ്ങളിവിടെ പൂജപ്പുര വീട്ടിലുണ്ട്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയൂ. എല്ലാവർക്കും നന്ദി. എനിക്ക് നന്ദിയില്ല, വലിയ ഗിഫ്റ്റ് തന്നതിന് ചോദിച്ച് വാങ്ങിക്കണം. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ജയശേട്ടൻ്റെ ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.